ഞായറാഴ്ച ചിക്കൻ വാങ്ങിച്ചപ്പോൾ ഞാൻ കുറച്ച് പീസ് ഇവരറിയാണ്ടെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഏതെങ്കിലും ഒരു ദിവസം വയ്ക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇനി എങ്ങാനും മാറ്റി വെക്കുന്നത് അറിഞ്ഞു കഴിഞ്ഞാൽ പറയും അതെല്ലാവരും വയ്ക്കാറുണ്ടെന്ന് ചോദിക്കുക. അതുകൊണ്ടാണ് ഞാൻ അറിയാതെ മാറ്റി വെച്ചത് കേട്ടോ. അപ്പോൾ ഞാൻ അതൊക്കെ നന്നായിട്ട് കഴുകി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി അതിലേക്ക് കുറച്ച് മല്ലിപ്പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടിയും കുറച്ച് മസാലപ്പൊടിയും കൂടിയാണ് ചേർത്തേക്കുന്നത് കേട്ടോ. പിന്നെ കുറച്ച് ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ട് ഞാൻ തിരുമ്മി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിനെ അങ്ങോട്ട് ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ പാൻ ചൂടായിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിലേക്കാണ് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ അത് ഫ്രൈ ആയി വരുമ്പോഴേക്കും നമുക്ക് വേറെ കുറച്ച് പണിയുണ്ട് ഇതിൻ്റെ ഇടയിൽ ചെയ്യാനായിട്ട് കേട്ടോ. വേറെ ഒന്നുമല്ല, കുറച്ച് സവാള കട്ട് ചെയ്തെടുക്കാനുണ്ട്. സാധാരണ ഞാൻ സവാള കട്ട് ചെയ്യുന്നത് നമ്മുടെ ചോപ്പറിലാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ ചോപ്പർ എടുത്തില്ല. ഈ ചോപ്പറിൽ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ നൈസായിട്ടാണ് വരുള്ളൂ. അപ്പോൾ ഇതിന് കുറച്ച് കട്ടി വേണം, അതുകൊണ്ടാണ് ചോപ്പർ എടുക്കാതിരുന്നത്. ഇനിയിപ്പോൾ ഇതിൽ കുറച്ച് പണി കൂടി ചെയ്യാനുണ്ട് കേട്ടോ, ഈ സവാള കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട്. അപ്പം ഞാൻ നോക്കിയപ്പോഴേക്കും ഏകദേശം നമ്മുടെ ചിക്കൻ ഫ്രൈ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ സവാള കട്ട് ചെയ്തതിലേക്ക് കുറച്ച് വിനാഗിരിയും കുറച്ച് ഉപ്പിട്ട് നന്നായിട്ട് കൈ കൊണ്ട് തന്നെ നമ്മളിത് തിരുമ്മി എടുക്കണം കേട്ടോ. സ്പൂണൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു ഇത് കിട്ടൂല കേട്ടോ. അപ്പോൾ നന്നായിട്ട് തിരുമ്മി എടുക്കാം, എന്നിട്ട് അതങ്ങോട്ട് മാറ്റി വെച്ചേക്കാം. അപ്പോൾ അതേ നമ്മുടെ ചിക്കൻ ഫ്രൈ ഏകദേശം റെഡി ആയിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് ആയിട്ട് ഈ സവാള ഞാൻ മൊത്തത്തിൽ അങ്ങോട്ട് ഇടും കേട്ടോ. ഈ സവാളയാണ് ചിക്കൻ ഫ്രൈനേക്കാളും കൂടുതൽ ഇവിടെ ചിലവാകണത്. അതുകൊണ്ടാണ് ഇത്രയും സവാള എടുത്തേക്കുന്നത്. നിങ്ങൾ ആരും തെറ്റിദ്ധരിക്കേണ്ട കേട്ടോ. എന്താണ് ഞാൻ ഇത്രയും സവാള എടുത്തതെന്ന് നിങ്ങൾ വിചാരിക്കും. വേറെ ഒന്നുമല്ല, സവാളയ്ക്കാണ് ഇവിടെ ചിലവ് കൂടുതൽ കേട്ടോ. അതുകൊണ്ട് ഞാൻ ചിക്കൻ ഫ്രൈയുടെ മുകളിൽ മൊത്തത്തിൽ അങ്ങോട്ട് ഡെക്കറേഷൻ ചെയ്ത് വയ്ക്കുന്നുണ്ട് സവാളയും കൊണ്ട്. ഈ രീതി ട്രൈ ചെയ്യാത്തവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോട്ടോ. നല്ല അടിപൊളിയാണ്.